ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക വിവരങ്ങളാണ്. കേരള സംസ്ഥാനം രൂപം കൊണ്ടത് 1956 നവംബർ 1-നാണ്. നമ്മുടെ കേരളം രൂപം കൊള്ളുമ്പോഴത്തേക്ക് ഇവിടെ 5 ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത്. തിരുവനന്തപുരവും കൊല്ലവും കോട്ടയവും തൃശ്ശൂരും മലബാറുമായിരുന്നു. അന്നത്തെ മലബാർ ജില്ലയാണ് പിന്നെ ചെറിയ ജില്ലകളായി വിഭജിച്ച് ഇപ്പോൾ കാണുന്ന 14 ജില്ലകളായിട്ട് മാറിയിട്ടുള്ളത്. നമ്മുടെ ജനസംഖ്യ 3,34,06,061. ദശാബ്ദ ജനസംഖ്യാ വളർച്ചാ നിരക്ക് 4.91%. ആകെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. നമ്മുടെ ജില്ലകളുടെ എണ്ണം 14. നമ്മുടെ തലസ്ഥാനം തിരുവനന്തപുരം. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയും കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടുക്കിയുമാണ്. ദശാബ്ദ ജനസംഖ്യാ വളർച്ചാ നിരക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പ്രീവിയസ് ആണ്. 4.91%. നമുക്ക് ആകെ 14 ജില്ലാ പഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തുകളും 941 ഗ്രാമപഞ്ചായത്തുകളുമാണുള്ളത്. കോർപ്പറേഷനുകളുടെ എണ്ണം 6ഉം നഗരസഭകൾ അഥവാ മുനിസിപ്പാലിറ്റികൾ 87ഉം. നമ്മുടെ റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം 27ആണ്. കേരളത്തിലാകെ 78 താലൂക്കുകളാണുള്ളത്. അപ്പോൾ കോർപ്പറേഷനുകൾ 6ഉം മുനിസിപ്പാലിറ്റികൾ 87ഉം. നിയമസഭാ മണ്ഡലങ്ങൾ 140 നിയമസഭാ അംഗങ്ങളുണ്ട്. SC സംവരണ നിയമസഭാ മണ്ഡലങ്ങൾ 14ഉം ST സംവരണ നിയമസഭാ മണ്ഡലങ്ങൾ 2 സുൽത്താൻ ബത്തേരി മാനന്തവാടിയുമാണ്. ലോക്സഭാ മണ്ഡലങ്ങൾ 20, ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ 2 ആലത്തൂരും മാവേലിക്കരയും. നമ്മുടെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം കേരളത്തിൽ 9 രാജ്യസഭാ സീറ്റുകളുണ്ട്. കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള ജില്ല എന്ന് വെച്ചാൽ അത് തിരുവനന്തപുരം, വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡ്. തെക്കേ അറ്റത്തുള്ള താലൂക്ക് നെയ്യാറ്റിൻകര, വടക്കേ അറ്റത്തുള്ള താലൂക്ക് മഞ്ചേശ്വരവും. തെക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം നെയ്യാറ്റിൻകരയും വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം മഞ്ചേശ്വരവും. തെക്കേ അറ്റത്തെ ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരവും വടക്കേ അറ്റത്തെ ലോക്സഭാ മണ്ഡലം കാസർഗോഡുമാണ്. തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാല, വടക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം. തെക്കേ അറ്റത്തെ ഗ്രാമം കളിയിക്കാവിള, വടക്കേ അറ്റത്തെ ഗ്രാമം തലപ്പാടി. തെക്കേ അറ്റത്തെ കോർപ്പറേഷൻ എന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം. വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ കോർപ്പറേഷൻ കണ്ണൂർ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആനയാണ്. ശാസ്ത്രീയനാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നാണ്. നമ്മുടെ പക്ഷി മലമുഴക്കി വേഴാമ്പൽ. അതിൻ്റെ ശാസ്ത്രീയനാമം ബ്യൂസറസ് ബൈക്കോർണിസ് എന്നാണ്. നമ്മുടെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. എട്രോപ്ലസ് സുഡാറ്റൻസിസ് എന്നാണ് കരിമീൻ്റെ ശാസ്ത്രീയനാമം. നമ്മുടെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ്. ശാസ്ത്രീയനാമം കാഷ്യ ഫിസ്റ്റുല. ഔദ്യോഗിക ഫലം ചക്ക. ശാസ്ത്രീയനാമം ആർട്ടോകാർപ്പസ് ഹെട്രോഫില്ലസ്. സംസ്ഥാന ശലഭം ബുദ്ധമയൂരിയാണ്. ശാസ്ത്രീയനാമം പപ്പീലിയോ ബുദ്ധ എന്നാണ്. നമ്മുടെ ഔദ്യോഗിക പാനീയം ഇളനീരാണ്. ടെൻഡർ കോക്കനട്ട് വാട്ടറാണ് ഔദ്യോഗിക പാനീയം. നമ്മുടെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയിലെ വരികൾ എഴുതിയത് MD വാസുദേവനാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക ഗാനം തിരഞ്ഞെടുക്കാനുള്ള പാനലിൻ്റെ കൺവീനർ റാണി ജോർജുമാണ്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്